ഹലോ എവ്രി വൺ, സൺഡേ ചാറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശ്ശൂർ പൂരം പോലെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു പള്ളി, തൃശ്ശൂർ അതിരൂപതയിലെ കോട്ടേക്കാട് സെൻറ് മേരീസ് അസംഷൻ ചർച്ച്. അവിടേക്കാണ് സൺഡേ ചാറ്റ് വന്നിരിക്കുക. 1025 വർഷത്തെ പാരമ്പര്യമുള്ള ഈ ദേവാലയത്തിൽ ഒക്ടോബർ മാസം ആഘോഷിക്കുന്ന ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ വളരെ വ്യത്യസ്തമാണ്. കിഴക്ക് ഭാഗം, പടിഞ്ഞാറ് ഭാഗം എന്ന് രണ്ട് ചേരികളായി തിരിഞ്ഞ് മാതാവിനുള്ള സ്വർണ്ണ കിരീടം ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് 6 ആനകൾ ഒരുമിച്ച് മാതാവിനെ വണങ്ങി മനോഹരമായ കുടമാറ്റത്തോടെ പര്യവസാനിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ തിരുനാൾ. അലസത എന്ന വിഷയമായിട്ടാണ് അസംഷൻ ചർച്ചിലെ കാറ്റക്കിസം കുട്ടികളുടെ ഇടയിലേക്ക് സൺഡേ ചാറ്റ് ഇന്ന് വന്നിരിക്കുന്നത്. ലെറ്റ്സ് ഗോ വിത്ത് ജീസസ്, ലെറ്റ്സ് ചാറ്റ് വിത്ത് ജീസസ്. വിശ്വാസ ചൈതന്യത്തിലും പൗരാണികതയിലും സഭാചരിത്രത്തോളം പാരമ്പര്യം, കോട്ടേക്കാട്ടെ ജനങ്ങളുടെ വിശ്വാസ പൈതൃകം വിശുദ്ധ തോമാസ് ലീഹ പാലയൂരിൽ നയിച്ച പ്രേക്ഷിത ദൗത്യത്തിൻ്റെ തുടർച്ചയാണ്. 1025 വർഷങ്ങളുടെ വിശ്വാസ പാരമ്പര്യമുള്ള കോട്ടേക്കാട് സെൻറ് മേരീസ് അസംഷൻ ഫെറോന പള്ളി 50ലേറെ ഇടവകകളുടെ മാതൃദേവാലയമാണ്. 5000-ഓളം വിശ്വാസികളുള്ള കോട്ടേക്കാട്ടെ ദൈവജനത്തിന് തിരുക്കർമ്മങ്ങളിൽ ഒത്തുകൂടാൻ കൂടുതൽ വിസ്തൃതമായ ദേവാലയം ഒരു സ്വപ്നമായിരുന്നു. അതിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് കാണുന്ന 10,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പള്ളി. കിഴക്ക് ഭാഗത്തുള്ള മുൻഭാഗം ഗോത്തിക് ഇറ്റാലിയൻ വാസ്തുശില്പവിദ്യ അനുസരിച്ചും പടിഞ്ഞാറ് ഭാഗത്തെ മുഖവാരി പോർച്ചുഗീസ് ബൈസൈൻറ്റൈൻ ശൈലിയിലുമാണ് നിർമ്മിച്ചത്. ഏകദേശം 600-ഓളം കുട്ടികളാണ് ഈ ദേവാലയത്തിൽ വിശ്വാസ പരിശീലനം നേടുന്നത്. അമ്പരചുംബിയായ പ്രൗഢോജ്വലമായ ഈ ദേവാലയം നാടിൻ്റെ പ്രതിച്ഛായ തന്നെ കൂടുതൽ തിളക്കമുള്ളതാക്കി തീർത്തിരിക്കുന്നു. വികാരിയച്ഛനും കൈക്കാരന്മാരും നമ്മോടൊപ്പം ഉണ്ട്. സ്നേഹബഹുമാനപ്പെട്ട ഫ്രാങ്കോ അച്ഛൻ, അച്ഛാ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, വളരെ സന്തോഷം ഞങ്ങൾക്ക് ഇത്രയും പാരമ്പര്യമുള്ള ഒരു ഇടവകയിലേക്ക് വരാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയതിന്. വെൽക്കം. നമ്മൾ ഇവിടെ സന്തോഷത്തോടെ വന്നു നിൽക്കുന്ന ഈ സമയം, അച്ഛാ, ഈ ഇടവകയെ പറ്റി കൂടുതൽ അറിയാൻ, കാറ്റക്കിസം ഡിപ്പാർട്ട്മെന്റിനെ പറ്റി കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അച്ഛാ, 2 വാക്ക്. പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ ഒരു പ്രത്യേക ഭക്തരാണ് ഇവർ. ഇടവക സ്വർഗാരോപിത മാതാവിൻ്റെ പേരിലാണെങ്കിലും ഫാത്തിമനാഥയുടെ തിരുനാള് വളരെ കേമമായിട്ട് ആഘോഷിക്കുന്നു. പരിശുദ്ധ ജപമാലയോടുള്ള ഭക്തി, ശനിയാഴ്ചകളിലെ രാവിലെയും വൈകിട്ടുമുള്ള ജപമാല പ്രദക്ഷിണം, ഇതൊക്കെ ഭംഗിയായിട്ട് നടത്തുന്ന ഒരു സ്ഥലമാണ് കൊട്ടേക്കാട് ഇടവക. ഞങ്ങളുടെ കൈക്കാരന്മാർ ഞങ്ങൾക്ക് 4 പേരാണുള്ളത്. ഡേവിസ് ഹെഡ് കാഞ്ഞിരപ്പറമ്പിൽ, ജോസഫ് CA, പിന്നെ ജോൺസൺ, പോൾ, അതുപോലെ തന്നെ പ്രതിനിധി യോഗ അംഗങ്ങളും എല്ലാവരും വിശ്വാസ പരിശീലനത്തെയും അതുപോലെ തന്നെ ഇടവകയുടെ വളർച്ചയെ വളരെ കാര്യമായിട്ട് സഹായിക്കുകയും ചെയ്യുന്നവരാണ്. പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമാണ്. AD 1000-ലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ 1025-ാം വർഷം അതിൻ്റെ ജൂബിലി വർഷമായിട്ട് ആഘോഷിക്കുകയാണ്. ഒരുപാട് സമർപ്പിതര സമൂഹത്തിലേക്കും അതുപോലെ തന്നെ ഇടവക വൈദ്യരായിട്ടൊക്കെ ഒത്തിരി പേര് വരുന്നു. നല്ല ദൈവവിളിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടെല്ലാം നമുക്ക് ഈ ഇടവകയെ ഒരുപാട് ദൈവം അനുഗ്രഹിക്കുന്ന ഒരു സമൂഹമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ കൊട്ടേക്കാട് ഇടവക പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ സന്തോഷം മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും. അതൊക്കെ മറ്റ് പല ഇടവകക്കാർക്കും കൊട്ടേക്കാട് ഇടവക ഒരു വലിയ മാതൃകയാണ്. മാത്രവുമല്ല, ഞങ്ങളുടെ വിശ്വാസ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഞങ്ങളുടെ കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുട്ടികൾ പാരൻസിൻ്റെ കൂടെ ഒരുമിച്ച് ദേവാലയത്തിൽ വരുവാനായിട്ടും നിത്യേന കുർബാനയിൽ പങ്കെടുക്കാനായിട്ടും അതുപോലെ തന്നെ ഓൾട്ടർ ബോയ്സായിട്ട് ഞങ്ങൾക്ക് 57 കുട്ടികളാണുള്ളത്. അവരൊക്കെ നന്നായിട്ട് മുടങ്ങാതെ വരുന്നു. കുർബാന രീതിയിലൊക്കെ അവർ നല്ല സമർപ്പണ മനോഭാവത്തിൽ കൂടെ പങ്കെടുക്കുന്നു എന്നൊക്കെ നമുക്ക് നാളത്തെ ഭാവിയെക്കുറിച്ച് വളരെ പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ അതൊക്കെ വിശ്വാസ പരിശീലനത്തിൽ ഈ ടീച്ചേഴ്സും അവരുടെ പരിശീലകരൊക്കെ കാണിക്കുന്ന വലിയ പ്രചോദനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
വീട്ടിലെ മക്കളെല്ലാം റെഡിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാറ്റഗിസം പഠിക്കുന്ന ആളുകളാണ്. 12 വർഷമൊക്കെ ആയിട്ട് മതബോധന ക്ലാസ്സുകൾ സ്ഥിരമായി വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ വരുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി ക്രിസ്ത്യാനിറ്റിയെ പറ്റിയും ക്രിസ്തുവിനെ പറ്റിയൊക്കെ നല്ല ധാരണയുണ്ട്. ആമേ റൈറ്റ്? ഒരു കുഞ്ഞു ചോദ്യം ഇങ്ങനെ നിങ്ങളോട് ആരോടെങ്കിലും ചോദിക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുക. ആരാണ് യേശു? വാട്ട് വിൽ ബി യുവർ ആൻസർ? സേവിയർ, ദൈവത്തിൻ്റെ പുത്രൻ, പിന്നെ ലോകത്തിൻ്റെ രക്ഷകൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പല ആൻസേഴ്സ് പറയും. ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് വട്ടം കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ, ടീച്ചേഴ്സിൻ്റെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ശരിക്കും യേശു ആരാണെന്ന് വല്ല പിടിയുണ്ടോ? ഇല്ലെങ്കിൽ ദിസ് ഈസ് ദ ഡേ. ഐ വിൽ ടെൽ യു വൺ മോർ തിങ്. യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം ഒരു നോർമൽ ലൈഫ് ആയിരിക്കില്ല. ഇറ്റ് വിൽ ബിക്കം ആൻ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ ഈശോ ആരാന്നറിയാൻ ഒരു അന്വേഷണം തുടങ്ങാൻ ഈ സൺഡേ ചാറ്റ് ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രേരണയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് നമ്മളുടെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ അലസത എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അലസത, അതിന് ഇംഗ്ലീഷ് വാക്ക് എന്താണ്? ലേസിനെസ്. യെസ്. അലസത എന്ന് പറഞ്ഞാൽ എന്ത്? അലസത എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക, മടി പിടിച്ച് ചെയ്യാതിരിക്കലാണ് അലസത. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരിക്കുക. ആത്മീയമായ കാര്യങ്ങളിലും നമുക്ക് അലസത വരാം. രാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് വരാനും കാറ്റീസം മുടങ്ങാനൊക്കെ നമുക്ക് തോന്നാം. ഇതാണ് അലസത. ഇതാണ് അലസത. മോളുടെ പേരെന്താണ്? സേറ. സേറ പറയുന്നു ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കലാണ് അലസത എന്ന്. എനിക്ക് ആരെങ്കിലും ഒരാളും കൂടെ ഒന്ന് ആ ആൻസർ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, എസ്പെഷ്യലി ഫ്രം ബോയ്സ് സൈഡ്. അലസത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വെറുതെ വേറെ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം, ആ സമയത്ത് ചെയ്യണതാണ് അലസത. ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യലാണ് അലസത എന്നാണ് മോൻ പറയുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത്, ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഒരു കാര്യമില്ലാതെ നമ്മൾ ചെയ്യണ ഒരു കാര്യം നിങ്ങൾക്ക് പറയാമോ? ഒരു കാര്യമില്ല, ഒരു ഗുണമില്ലാത്ത യൂസ്ലെസ് കാര്യം നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം പറയാമോ? മൊബൈൽ കാണില്ല എന്ന് പറയണം. മൊബൈൽ കാണില്ല ഒരു കാര്യമില്ലാത്ത കാര്യമാണോ? അല്ലേ? ചിലപ്പോൾ കാര്യമുണ്ട്, മിക്കവാറും കാര്യമില്ലാത്ത കാര്യത്തിനാണ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞേ. യെസ്. എന്താണ്? ഉറക്കം വേണ്ടാത്ത കാര്യമാണ്. ശരിയോ തെറ്റോ? തെറ്റാ. അമിതമായ ഉറക്കം. വാട്ട് യു മീൻ ബൈ അമിതമായ ഉറക്കം? ഒരു ദിവസം 8 മണിക്കൂർ ഉറങ്ങിയാൽ മതി. അതിൽ കൂടുതൽ കിടന്നുറങ്ങണത് വേണ്ടാത്ത കാര്യമാണെന്ന് പറയണേ. അലസതയുടെ ഏറ്റവും വലിയ അടയാളം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ക്ഷീണം വരണാണോ? നോ. അതിരാവിലെ എഴുന്നേൽക്കാൻ മടിയുണ്ടോ? ദാറ്റ് ഷോസ് ദാറ്റ് നിങ്ങൾക്ക് അലസതയുണ്ട്, ലേസിനെസ് ഉണ്ട്. ആർ യു ഗെറ്റിംഗ് മീ? ഒന്ന് ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ. അതിരാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾ ഈ കൂട്ടത്തിലുണ്ടോ? റിമെമ്പർ ദാറ്റ് നീ അലസനാണ്, നീ അലസയാണ്. അത് മാറ്റാൻ ഈശോ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ആർ യു റെഡി ടു ഡു ദാറ്റ്? യെസ്. അലസതയുള്ള മനുഷ്യൻ ഒരിക്കലും വിജയിക്കില്ല. അലസതയുള്ള മനുഷ്യൻ ഒരിക്കലും വിജയിക്കില്ല. ഒരുമിച്ച് ഒന്നുകൂടെ പറയാം, ഹല്ലേലൂയ. യെസ്. ഒരു മനുഷ്യൻ അലസനായി ജീവിക്കുകയാണെന്ന് വിചാരിക്കൂ, അവൻ എന്ത് സംഭവിക്കും? അവൻ നശിച്ചു പോകും. വിജയം വരിക്കാൻ സാധിക്കാതെ അവൻ മരിച്ചു പോകുന്നാണ് ഒരാൾ പറയണേ. ഒരുവൻ അലസനായി ജീവിച്ചാൽ എന്ത് സംഭവിക്കും? ജീവിതത്തിൽ ഒന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത പോലെ തോന്നും. ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അലസനാണെങ്കിൽ. വെരി ഗുഡ് ആൻസർ. എനിത്തിങ് എൽസ്? അലസനായ വ്യക്തി സാത്താന്റെ പണിപ്പുരയാകും. വചനം പറയുന്നു അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ്. മിസ്റ്റർ പിശാച് കയറി പണി തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ജീവിതം നശിച്ച് ഇല്ലാണ്ടായിത്തീരും. വേറെ ആർക്ക് വേണേലും പറയാം, അലസനായി ജീവിച്ചാൽ എന്ത് സംഭവിക്കും? ലക്ഷ്യം തെറ്റിപ്പോവും. വേറെ എന്തെങ്കിലും പുറകിൽ നിൽക്കുന്നവർക്കൊക്കെ പറയാം, അലസനായി ജീവിക്കുന്നതിന് ദൈവത്തെ നഷ്ടപ്പെടും. അലസനായി ജീവിച്ചാൽ നിനക്ക് ദൈവത്തെ നഷ്ടപ്പെടും. വെരി സിമ്പിൾ ദാറ്റ്. നിങ്ങൾ അലസരാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. വെരി സിമ്പിൾ. നിങ്ങൾ ഈ അലസത മാറ്റാൻ ഏറ്റവും നല്ല ടെക്നിക്ക് എന്താണെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഈ പട്ടാളക്കാരുടെ പരിശീലനം ശ്രദ്ധിച്ചാൽ മതി. പട്ടാളക്കാരുടെ പരിശീലനം എങ്ങനെയാണ്? ഹാവ് യു എവർ സീൻ ദാറ്റ്? ഭയങ്കര ഡിസിപ്ലിൻ. ഏർലി മോർണിംഗ് എഴുന്നേൽക്കും. രാവിലെ കുറേ സമയം അവർക്ക് എക്സസൈസ് ഉണ്ട്, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. രാവിലെ എഴുന്നേൽക്കാത്തവർക്ക് പണിഷ്മെന്റ് ഉണ്ട്. രാവിലെ എഴുന്നേൽക്കാത്തവർക്ക് ഒന്നുകൂടെ പറയാം, രാവിലെ എഴുന്നേൽക്കാത്തവർക്ക് ചിലപ്പോൾ ഗ്രൗണ്ടിൽ കുറേ ഓടിക്കും. ശിക്ഷ ഉണ്ടെന്ന്, പണിഷ്മെന്റ് ഉണ്ടെന്ന്. എല്ലാവരും ശ്രദ്ധിക്കുക, ലിസൺ കെയർഫുള്ളി.
രാവിലെ എഴുന്നേൽക്കാത്തവരാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പണിഷ്മെന്റ് കിട്ടും. അലസനായ മനുഷ്യൻ ദാരിദ്ര്യത്തിൽ മരിക്കും എന്ന് ബൈബിൾ പറയുന്നു. ആമേൻ, റൈറ്റ്? നിങ്ങൾ ഒരിക്കലും പ്രോസ്പർ ചെയ്യില്ല, ജീവിതത്തിൽ സക്സസ്ഫുൾ ആവില്ല. ആമേൻ. പൗലോസ്ലീഹ പറയുന്നു, സമയം നിങ്ങൾ ശരിയായി വിനിയോഗിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ നാശത്തിൽ ഇല്ലാണ്ടായി തീരും. ഒരു മനുഷ്യൻ അവന്റെ സമയം പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അവന്റെ ലൈഫിൽ എന്തൊക്കെ മോശം കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യത? ആർക്കെങ്കിലും ആൻസർ ചെയ്യാവോ? ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. അവന് പിന്നെ ഒരു സക്സസ് ഇല്ല. അവന് സക്സസ് ഇല്ല. ഏത് കാര്യത്തിലാണ്? വാട്ട് യു മീൻ ബൈ സക്സസ്? ജീവിതത്തിന്റെ ജയം. എന്താണ് ജീവിതത്തിന്റെ ജയം? ഇൻവോൾവ് ഈശോയുടെ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ്ഡ് ആകണതാണ് ജയം എന്നാണ് എറിക് സെയ്സ്. വേറെ എന്തെങ്കിലും? അലസത ജീവിതത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ജീവിതത്തോട് നമുക്കൊരു മടുപ്പ് തോന്നിക്കും. നമ്മൾ ഒരു ഡിപ്രഷനിലാവും. നമ്മൾ ഇങ്ങനെ അലസതയായിട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി അങ്ങനത്തെ ഒന്നും കിട്ടില്ലല്ലോ. അത് നമ്മുടെ ജീവിതത്തിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ നമ്മൾ ദൈവവുമായിട്ട് അടുത്തില്ലെങ്കിലും നമുക്കിതൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ല. അവൻ അവസാനം പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്, പക്ഷെ വളരെ പതിയാണ് പറഞ്ഞത്. അലസനായിട്ട് ജീവിച്ചാൽ ദൈവവുമായുള്ള ബന്ധം കട്ടാകും. ദൈവവുമായുള്ള ബന്ധം മര്യാദക്ക് നിലനിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്നാണ് ബഹുമാനപ്പെട്ട ജസ്വിൻ അവർകൾ നമ്മളോട് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ഈ നാളുകളിൽ നമ്മുടെ പല കൂട്ടുകാരും ഈ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകണ്ട. ആമേ റൈറ്റ്? യെസ്. ഇവിടെ ഒരാൾ റെഡിയായി നിൽപ്പുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് താലന്തുകൾ ഉപമയില് മടിയനായ ഭൃത്യനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ജയങ്ങൾ എടുക്കപ്പെടും, കിട്ടാനുള്ള ജയങ്ങൾ കിട്ടൂല. ഒരു അലസത, അതാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ ലൈഫിൽ ദൈവം തന്നിട്ടുള്ള സംഗതികൾ, താലന്തുകൾ, കഴിവുകൾ അലസരായി വിനിയോഗിക്കാതിരുന്നാൽ ഉള്ളതുപോലും നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടുമെന്ന് മത്തായി സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ കൂട്ടുകാരി പറയുന്നു. നമ്മൾ കോട്ടേക്കാട് പള്ളിയിലെ കുഞ്ഞുങ്ങളുടെ കാറ്റഗിസം സ്റ്റുഡൻസിൻ്റെ റംബാൻ പാട്ട് കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. തോമാസ് ലീഹായുടെ ക്രിസ്തീയ പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു പരമ്പരാഗത കലാരൂപമാണ്. ആ റംബാൻ പാട്ട് ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. സുഷ്മമതായി ചരിതം പാടുക കന്നടിയാൽ തുണയരുളണമേ. മധ്യവതാരം ചെയ്തൊരു ഞങ്ങളുടെ രക്ഷകനാമല്ല അറബിയായ ഒരു കപ്പൽ കയറി മലയാങ്കര വന്നെത്തിയതാ. താ 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 തകിട 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 തകിടത്തെ അറിവിൻ പറവൻ മഷിഹാകാലം അൻപതുരരുവം രാശിയതിൽ അതിശയകൃതിയാലതിനെ കൊണ്ടവിടെ മാർഗം സ്ഥാപിച്ചു. അതിനുശേഷം ഉടനെ മൈലാപ്പൂരിലെത്തി ഒരു മാസത്തിനിടയിൽ തിരികെ കേരള നാട്ടിൽ താൻ വരുവാൻ താ 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 തകിട 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 തകിടത്തെ രാജകുടുംബത്തോടെ കാവ്യ 3000 വിശ്വാസികളും രാജാതിങ്കൽ വന്നു വസിക്കും 40 യൂതഗണങ്ങളുമായി 1.5 വർഷം മുൻപ് മാമോദീസ കൈക്കൊണ്ടു വേറെ രഹസ്യത്തിൽ അറിവുകളും പരസമ്മതമായി താൻ നൽകി. താ 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 തകിട 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 തകിടത്തെ അയാളുന്നൊരു മന്നവനാകും അന്ത്രയോസെന്നാളുടെ മരുമകനാകും കൈപ്പായിക്ക് കൽപ്പിച്ചു താൻ ഗുരുഭട്ടം. കൊല്ലം ഗ്രാമത്തിലൊരു വർഷം അറിയിച്ചു താൻ മാർഗത്തെ 1400 പേരെ മാമോദീസായും മുക്കി. താ 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 തകിട 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 തകിടത്തെ തിരികെ താനേക്കു വരുവാൻ കൃപാലേശ്വര മൂപ്പന്മാർ തിരുമന്നവരിൽ തോമായേക്കാൻ കൃപാടത്തിൽ സ്ഥാപിച്ചു. 200 പേർക്കൗട്ടും നാമോദീസായും ചെയ്തു. സ്ഥാപിപ്പാനായി ആചാര്യൻ തോമായേക്കാൻ താ 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 തകിട 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 തകിടത്തിൽ തെക്കൻ വഴിയായി യാത്ര പോയി മലയാങ്കരയിൽ ചെന്നെത്തി.
മാസത്തെ ഇടകൊണ്ടങ്ങനെ പലഗ്രാമം ചെന്നെത്തി 1050 പേരെ മാമോദീസ മുക്കിയ ശേഷം കോവിലകപ്പണിക്കായുടെ കാര്യം പെരുമാൾ ചോദിച്ചു. കോവിലകപ്പണി കാണാഞ്ഞതിനാൽ തന്നെ വിലങ്ങിൽ പാർപ്പിച്ചു. മരണം പ്രാപിച്ചോൻ തമ്പി ഉന്നതമായൊരു ഘോഷത്തോടെ പാറാവിങ്കൽ ചെല്ലുന്നു. മതോമായ സങ്കടത്തേരിൽ കെട്ടിക്കൊണ്ടവർ പോകുന്നു. കൊടുക്കാൻ അവരുടെ പിഴമേൽ പ്രതികൾ വളരെ ഇരിക്കുന്നു. 1041 കർക്കിടകമാകുന്ന ദിവസം ആരാധനയോട് അവരെല്ലാവരും അഭിവാദ്യങ്ങളും നൽകുന്നു. വളരെ മനോഹരമായിരുന്നു റംബാൻ പാട്ട്. ഒത്തിരി നന്ദി. ഒരു പ്രാവശ്യം കൂടെ നല്ലൊരു ഗൈഡ് കൊടുക്കാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക്. സൂപ്പറായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഇതിനിടയിൽ ഈ വിഷയവുമായി ബന്ധമില്ലാത്തൊരു കാര്യം നിങ്ങളോട് ഞാൻ ചോദിക്കാൻ പോവാണ്. ഈ നാളുകളിൽ ഈ റോട്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോഴേ, എവിടെ നടക്കുമ്പോൾ റോട്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഭയങ്കര ഭയം ഉളവാക്കുന്ന ഒരു ജീവിയുണ്ട്. പട്ടി. നിങ്ങൾക്ക് എത്ര പേർക്ക് പട്ടീനെ പേടിയുണ്ട്? ആർക്കും പേടിയില്ല? ഓക്കെ, നിർത്താണ്. കോട്ടയക്കാട് പള്ളിയിലെ കുഞ്ഞുങ്ങളോടൊരു കുഞ്ഞു ചോദ്യം. ഒരു പട്ടി അടിക്കാൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ എന്ത് പ്രശ്നം വന്നാലും പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോ വിശുദ്ധന്മാരെ സഭ തന്നിട്ടുണ്ട്. Am I right? Yes. പട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സ്വർഗത്തിൽ നിന്ന് സഹായം മേടിച്ചു തരാൻ പരിശുദ്ധ കത്തോലിക്ക സഭ നമുക്കൊരു വിശുദ്ധനെ തന്നിട്ടുണ്ട്. ഡു യു നോ ഹു ഈസ് ദാറ്റ് സെയിന്റ്? പേട്രൺ സെയിന്റ് ഓഫ് സിസ്റ്റേഴ്സും ടീച്ചേഴ്സും മിണ്ടരുത്, കുഞ്ഞുങ്ങൾ പറയണം. നോ മോർ ഡിസ്കഷൻ വിത്ത് ടീച്ചേഴ്സ്. റോക്കി പുണ്യാളനാണോ? പേരെന്നാ മോളുടെ? ആഗ്ന. ആഗ്ന മുമ്പോട്ട് വരൂ. ആഗ്നയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഗ്യാതറിങ്ങിന്റെ ആദ്യത്തെ സമ്മാനം നേടിയിരിക്കുന്നത്. പട്ടികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടികളെ നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട പേരാരുടെയാണ്? റോക്കി പുണ്യാളൻ. റോക്കി പുണ്യാളന്റെ കാര്യമാണ് ഓർക്കേണ്ടത്. പരിശുദ്ധ കത്തോലിക്ക സഭ നമുക്ക് തന്നിട്ടുള്ള പട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള വിശുദ്ധനാണ് സെയിന്റ് റോക്ക് എന്ന് യൂറോപ്പിലൊക്കെ അറിയപ്പെടുന്ന റോക്കി പുണ്യാളൻ. നമ്മുടെ കാരണന്മാരൊക്കെ അങ്ങനെ വിളിക്കുന്നത്. ആഗ്നയ്ക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം. ആഗ്നയ്ക്ക് ഒരു കുഞ്ഞു സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി, സൺഡേ ചാറ്റിന്റെ വക ഒരു കുഞ്ഞു സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നല്ല ഗൈഡ് കൊടുക്കാം. യെസ്, വെരി ഗുഡ്. എൻ്റെ പേര് മിഥുൻ ചുങ്കത്ത് എന്ന് പറഞ്ഞ അച്ഛനാണ്. ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ആദ്യമേ തന്നെ നിങ്ങളോട് വന്നതിന് പ്രത്യേകിച്ച് വികാരിച്ചിൻ്റെ പേരിലൊക്കെ നന്ദി പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചരിത്രം ഉറങ്ങുന്ന ഒരു പള്ളിയാണ്, ദേവാലയമാണ് നമ്മുടെ കൊട്ടേക്കാട് പള്ളി. പിന്നെ ഇവിടുത്തെ കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ സൂപ്പറാണ്, അടിപൊളിയാണ് അല്ലേ? അടിപൊളിയാണ്. വിശ്വാസത്തിലും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും ഒത്തിരി മൂല്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു പറ്റം കുട്ടികളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഞാൻ കുട്ടികളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എവിടെയാണെങ്കിലും നല്ല ഒരു മനുഷ്യനായി ജീവിക്കുക എന്നാണ് കുട്ടികളോട് ഞാൻ എപ്പോഴും പറയാനുള്ളത്. താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. തോമസ് ലീഹ നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ച എത്ര പള്ളികളാണ്? 7 പള്ളികൾ. 7 പള്ളികളുടെയും പേര് പറയാൻ പറ്റുന്നവർക്ക് കൈപൊക്കാം. തോമസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളുടെ പേര്: നിരണം, നിലയ്ക്കൽ, കൊല്ലം, കൊക്കമംഗലം, കോട്ടക്കാവ്, കൊടുങ്ങല്ലൂര്, പാലയൂര്. 7 വെരി ഗുഡ്. മോന്റെ പേരെന്നാണ്? എറിക്. എറിക്കിന് നമുക്ക് നല്ലൊരു സമ്മാനം കൊടുക്കാം. എറിക്കിന് സമ്മാനം കൊടുക്കാൻ നമ്മളുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അധ്യാപകൻ സാർ ഫ്രാൻസിസ് സാർ എറിക്കിന് സമ്മാനം കൊടുക്കും. നല്ലൊരു ഗൈഡ് കൊടുക്കാം നമുക്ക്. ഫ്രാൻസിസ് സാർ, ഏകദേശം എത്ര വർഷമായി സാർ ഇവിടെ കാറ്റഗിസം പഠിപ്പിക്കുന്നു? ഞാൻ കാറ്റഗിസം പഠിപ്പിക്കൽ തുടങ്ങി 50 വർഷം പൂർത്തിയായി. വെരി ഗുഡ്. നല്ലൊരു ഗൈഡ് കൊടുക്കാം. ഇത് 51ാമത്തെ വർഷമാണ്. 51ാമത്തെ വർഷം. കേരളത്തിൽ തന്നെ വളരെ റെയർ ആയിട്ടാണ് 50 വർഷം പൂർത്തിയാക്കിയ കാറ്റഗിസം ടീച്ചേഴ്സ് ഉള്ളത്. സാർ ഈ 50 വർഷവും തുടർച്ചയായി ഇങ്ങനെ കാറ്റഗിസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സാറിനെ ഇതിന് പ്രേരിപ്പിക്കുന്നത്? എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും അടിസ്ഥാനമായിട്ട് ഞാൻ കാണുന്നത് ഞാനൊരു മതാധ്യാപകനാണ്, ഒരു വിശ്വാസ പരിശീലകനാണ് എന്നുള്ളതാണ്. ഇത് ഞാൻ തുടർന്നും
എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം, ഇടവക ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഞാൻ തുടരുന്നതായിരിക്കും. ഫ്രാൻസിസ് സാർ നല്ലൊരു ഗൈഡ് കൊടുക്കാം സാർ. ഒത്തിരി നന്ദി സാർ, താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ഇടവകയുടെ ഒരു കുഞ്ഞ് അഭിമാനമായ നമ്മുടെ കുഞ്ഞു ഗായകന്റെ പാട്ട് കേൾക്കാം. ആളുടെ പേരെന്താണ് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ആരായിരിക്കും നമുക്ക് വേണ്ടി പാട്ട് പാടാൻ പോകുന്നത്? ജോൺസിനെ നമുക്ക് കൈകൾ അടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം. ജോൺസ് മോനെ, കമോൺ, ചിരിച്ചുകൊണ്ട് ഓടിവാ. യെസ്. നാമം കാതിൽ എന്നീശോത്തെ നാദം കണ്ണിൽ ഈശോത്തെ രൂപം നെഞ്ചിൽ ഈശോത്തെ സ്നേഹം മനസ്സോ നിറയെ നന്ദി മാത്രം നാവിൽ എന്നീശോത്തെ നാമം കാതിൽ എന്നീശോത്തെ നാദം കണ്ണിൽ ഈശോത്തെ രൂപം നെഞ്ചിൽ ഈശോത്തെ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോഴെന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ എൻഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നു നിറവേറണം നാവിൽ എന്നീശോത്തെ നാമം കാതിൽ എന്നീശോത്തെ നാദം കണ്ണിൽ ഈശോത്തെ രൂപം നെഞ്ചിൽ ഈശോത്തെ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം ഓ സൂപ്പർ, ബ്യൂട്ടിഫുൾ, സ്വീറ്റ്. ജോൺസ് മോനെ, കൺഗ്രാജുലേഷൻ, ഗുഡ് ബോയ് കേട്ടോ. എന്ത് സൂപ്പറായിട്ടോ പാടുന്നത്, ഭയങ്കര ഗ്രേസ്ഫുൾ സിംഗിങ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എത്ര പേര് കാറ്റഗിസം ക്ലാസ്സിൽ വന്നിട്ട് വചനങ്ങൾ പഠിക്കുന്നവരുണ്ട്? നിങ്ങൾ കാറ്റഗിസം ക്ലാസ്സിൽ ബൈബിൾ കൊണ്ടുവരുന്നുണ്ടോ? എല്ലാവരും ബൈബിൾ കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് ഡിസിഷൻ എടുക്കണം. ഇന്ന് ശാലോം TV സൺഡേ ചാറ്റുമായി നിങ്ങളുടെ മുമ്പിൽ വന്ന ഈ ദിവസം, ഇന്ന് മുതൽ അടുത്ത വർഷം ഈ ദിവസം വരുന്നതിന് മുൻപ് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കാൻ നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യാം. അങ്ങനെ ആരെങ്കിലും ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവരൊരുമിച്ച് നമുക്ക് പറയാം ഹല്ലേലൂയ. അടുത്തൊരു കുഞ്ഞു സമാനത്തിനുള്ള ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്. മർക്കോസ് സുവിശേഷം എത്ര അധ്യായമുണ്ട്? കൈപോക്കാം. മർക്കോസിന്റെ സുവിശേഷം എത്ര അധ്യായമുണ്ട്? അവള് കൈപോക്കി. കമോൺ. മോളുടെ പേരെന്താണ്? സാനിയ. 16. മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായം ഉണ്ടെന്ന് സാനിയ പറയുന്നു. സാനിയയ്ക്ക് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി 11ാം ക്ലാസ്സിലെ അധ്യാപികയായ സിസ്റ്ററുടെ പേരും കോൺഗ്രിഗേഷനും ഒന്ന് പറയാമോ പെട്ടെന്ന്? എൻ്റെ പേര് സിസ്റ്റർ സംഗീത. ഞാൻ CMC കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ ചാവറയച്ചൻ സ്ഥാപിച്ച സന്യാസിനി സമൂഹത്തിലെ ഒരു അംഗമാണ് ഞാൻ. ടാനിയക്ക് നല്ലൊരു ഗൈഡ് ഒരു പ്രാവശ്യം കൊണ്ട് കൊടുക്കാം കേട്ടോ. യെസ്, വളരെ നന്ദി സിസ്റ്റർക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം. നിങ്ങളിൽ നിന്ന് ധാരാളം സന്യസ്തരും വൈദികരൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാം പെട്ടെന്ന്. പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം ഏതാണ്? മലാക്കി. സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിലെ PTA പ്രസിഡന്റിനെ നമുക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. വെരി ഗുഡ്. കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടി ഊർജ്ജസ്വലമാകാൻ നമ്മളെ PTA എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. വിശ്വാസ പരിശീലനം കുടുംബങ്ങളിൽ എന്നതാണ് ഈ വർഷത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെ ആപ്തവാക്യം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ആപ്തവാക്യത്തോട് ചേർന്ന വിധത്തിലാണ് ഇന്നത്തെ PTA ഈ വലിയ ഇടവകയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് കൃത്യമായ ഇടവേളകളിൽ 2 മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ PTA എക്സിക്യൂട്ടീവ് കൂടുകയും ഈ കുഞ്ഞുമക്കളുടെ മികവുകളും കുറവുകളും കൃത്യമായിട്ട് വിലയിരുത്തുകയും അനുഭവങ്ങൾ പങ്കുവെക്കുകയും പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ചും പോകുന്ന രീതിയിലാണ്
രക്ഷകർത്താക്കളും അധ്യാപകരും ഉൾക്കൊള്ളുന്ന ഈ PTA ഇന്ന് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പേര് എന്താണ്? യെസ്, ജോസഫ് റാറ്റ്സിംഗർ ഈ സമ്മാനം നേടിയിരിക്കുന്നു. സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട HMനെ സ്വാഗതം ചെയ്യുന്നു. കൈകളടിച്ച് HMനെ സ്വാഗതം ചെയ്യാം. സാർ, ഈ 30 വർഷം സാർ ഈ അധ്യാപനം ഈ ഇടവകയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പല ക്വാളിറ്റീസും സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എസ്പെഷ്യലി ഈ ഒരു വർഷം ഈ കോട്ടേക്കാട് ഇടവകയിലെ കുഞ്ഞുങ്ങളുടെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി. ഇന്നത്തെ പുതുതലമുറകളിൽ ഇപ്പോൾ ജെൻസി കാലഘട്ടം കഴിഞ്ഞു ആൽഫ കാലഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അതിൻ്റേതായ ഒരു അലസതയുണ്ടെങ്കിലും അവർ ദൈവത്തോട് ഇവിടെ എല്ലാ കുർബാനയിലും 3 കുർബാന ഒരു ദിവസം ഉണ്ടെങ്കിലും ഇവരെല്ലാവരും ഒരു 90% പിള്ളേരും കുർബാനയിൽ പങ്കെടുക്കും. വെരി ഗുഡ്, വണ്ടർഫുൾ. ഞങ്ങളുടെ ഇവിടെ ഈ ഇടവകയിൽ ഒരു പ്രത്യേകത ഉണ്ടായെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഈ കാർഡ് ഇതുവരെ നമ്മുടെ മാർക്ക് മാത്രം അധിഷ്ഠിതമായിട്ടല്ല നമ്മളിവിടെ നോക്കുന്നത്. ഇവരുടെ വിശ്വാസ പരിശീലനം നമ്മളിവിടെ നടത്തുന്നത്. ഇവരുടെ ഒരു കാർഡ് നമുക്ക് കണ്ടറിയാം. ഇവർ ദിവബലിയിൽ പങ്കെടുക്കുന്നത്, കുമ്പസാരത്തിൽ പങ്കെടുക്കുന്നത്, ഇവരുടെ ദിവ്യകാരുണ്യ സ്വീകരണം, പള്ളിയിലെ വിശുദ്ധ പരോപകാര പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അധിഷ്ഠിതമായിട്ട് ഓരോ മാസവും ഇതിൽ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടീച്ചർമാർ ഇവിടെ ഞങ്ങൾ 600 കുട്ടികളാണുള്ളത്. അവർക്ക് 35 അധ്യാപകർ ഇവരെ പരിശീലിപ്പിക്കുന്നു. ഈ പരിശീലന രംഗത്തിൽ എല്ലാ അധ്യാപകരും മാസാവസാനത്തിൽ ഇവർ പങ്കെടുത്ത കുർബാനകളും അതുപോലെയുള്ള മറ്റ് ഭക്തികൃത്യങ്ങളിലേക്കും ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് ഓരോ മാസം ഇവർ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഞങ്ങൾ ഓരോ അധ്യാപകരും ഇവിടെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ വഴിതെറ്റാതെ ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് ദൈവകൃപയെ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. വളരെ വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സർ. നിങ്ങളെല്ലാവരെയും വളരെ മിടുക്കന്മാരും വിശുദ്ധരും ആക്കി ജീവിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ HMും സിസ്റ്റേഴ്സും അച്ഛന്മാരും മതാധ്യാപകരും എല്ലാവരും ചേർന്ന് പരിശ്രമിക്കുന്നു. അലസരായി ജീവിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നാശം ഉണ്ടാകും. അലസരായി ജീവിച്ചാൽ നമ്മൾ മരിക്കും. ആം ഐ റൈറ്റ്? യെസ്. നമുക്കൊന്ന് പരസ്പരം ഒന്ന് കൈ കൊടുത്തിട്ടൊക്കെ പറയാം, അലസരായി ജീവിച്ചാൽ മോനെ നീ മരിച്ചു പോകും, നിനക്ക് സക്സസ് ആവാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ അലസരായി ജീവിക്കാതെ സ്മാർട്ടായി ജീവിച്ച് അതിരാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും സ്മാർട്ടായിട്ട് ചെയ്യുന്ന മിടുക്കരായ കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് ഈശോയുടെ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് ജീവിക്കാം. അതിന് നിങ്ങളെല്ലാവരും ബൈബിൾ വായിക്കുന്ന കുഞ്ഞുങ്ങളായി മാറണം, അതിരാവിലെ എഴുന്നേൽക്കുന്ന കുഞ്ഞുങ്ങളായി മാറണം, പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ബലി അർപ്പിക്കുന്ന കുഞ്ഞുങ്ങളായി മാറണം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ സൺഡേ ചാറ്റ് ഒരുമിച്ച് ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രിയ പ്രേക്ഷകരെ, അലസരായി ജീവിച്ചാൽ കുഞ്ഞുങ്ങളെല്ലാം നശിച്ചു പോകും എന്നാണ് ഈ ഇടവകയിലെ കോട്ടേക്കാട് പള്ളിയിലെ കുഞ്ഞുങ്ങൾ പറയുന്നത്. ഡിപ്രഷൻ പോലും ഉണ്ടാകും എന്നൊക്കെയാണ് കൂട്ടുകാർ നമ്മളോട് പറയണത്. അലസരായി ജീവിക്കാതെ സ്മാർട്ടായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് എനർജറ്റിക് ആയിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളെല്ലാവരെയും ഞങ്ങളെല്ലാ കുഞ്ഞുങ്ങളെയും സ്മാർട്ടായിട്ട് ജീവിക്കാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും വിട. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.